കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 16ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഫേം എ അക്വയേഴ്സ് ഫേം ബി ബൈ എക്സ്ചേഞ്ച് 0.5 ഓഫ് ഇറ്റ്സ് ഷെയർ ഫോർ ഈച്ച് ഷെയർ ഓഫ് ഫേം ബി. ഇവിടെ എന്താണ് 0.5 എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേഷ്യോ ആണ്. ഇൻപുട്ട് അവൈലബിൾ ഈസ് ഗിവൺ ആസ് ഫോളോസ്. ഫേം എ ഫേം ബി, അതായത് PAT, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 20 lakh 5 lakh, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ 5 lakh 2 lakh, ദെൻ EPS 4 2.5, PE റേഷ്യോ 10 8, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 40/20. Determine the number of equity shares to be issued by firm A for acquisition of firm B. Second one, EPS of firm A after the acquisition. Third one, equivalent earnings per share of firm B. If PE ratio does not change by acquisition, expected share price of firm A, then market value of the merged firm. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ബൈ ഫേം ഫോർ അക്വിസിഷൻ ഓഫ് ഫേം ബി എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എക്സ്ചേഞ്ച് റേഷ്യോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 0.5 ആണ്. അത് എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ലെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ്? നമ്മുടെ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ട് 20/40 ആണ് ഇവിടെ എക്സ്ചേഞ്ച് റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പോൾ 0.5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഷെയർ എത്ര ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ബി ആണ് എന്ത് ചെയ്യുന്നത്? ടാർഗറ്റ് കമ്പനി. ബിയുടെ ഷെയർ എത്രയാണ്? 2 lakh ആണ്. 2 lakh × 0.5 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ന്യൂ ഷെയർ എത്രയാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അതായത് 1 lakh ഷെയർ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? EPS ഓഫ് ഫേം ആഫ്റ്റർ അക്വിസിഷൻ ആണ്. EPS ഓഫ് ഫേം ആഫ്റ്റർ അക്വിസിഷൻ ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അക്വിസിഷന് ശേഷം EPS എന്താണെന്നുള്ളതാണ്. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എയുടെ 20 lakh ബിയുടെ 5 lakh ആണ്. അപ്പോൾ 25 lakh ആണ് ടോട്ടൽ ഏർണിങ്സ് വരുന്നത്. നമ്പർ ഓഫ് ഷെയർ എത്രയായിരിക്കും? നമ്പർ ഓഫ് ഷെയർ വരുന്നത് എയുടേത് ഓൾറെഡി ഉള്ളത് 5 lakh ആണ്. എയുടെ 5 lakh ആണ് നമ്പർ ഓഫ് ഷെയർ ഓൾറെഡി വരുന്നത്. ഇനി പുതുതായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അക്വയർ ചെയ്യുമ്പോൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് 1 lakh ആണ്. അപ്പോൾ 5 + 1 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 lakh എന്ന് കിട്ടും. ഇപ്പോൾ ടോട്ടൽ എത്ര ഷെയർ ആണ് ഉണ്ടാവുക? ഇപ്പോൾ 6 lakh ആണ്. അപ്പോൾ EPS എന്ന് പറയുന്നത് 25 lakh / 6 lakh, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ എത്ര കിട്ടും? 4.17 എന്ന് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഈക്വാലൻ്റ് EPS ഓഫ് ഫേം എ ആണ്. ഓക്കെ, ഇക്വാലൻ്റ് EPS ഓഫ് ഫേം എ. ഫേം എയുടെ ഇക്വാലൻ്റ് EPS എന്താണുള്ളതാണ്. ഇവിടെ എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണ്. EPS എന്ന് പറയുന്നത് എത്രയാണ്? 0.17 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇക്വാലൻ്റ് EPS എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ കൊണ്ട് EPSനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4.17 × 0.5 കണ്ടു കഴിഞ്ഞാൽ 2.085 എന്ന് കിട്ടും. ഇതാണ് ഇക്വാലൻ്റ് EPS ഓഫ് ഫേം എ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ, എക്സ്പെക്റ്റഡ് ഷെയർ പ്രൈസ് ഓഫ് ഫേം എ ആണ്. ഫേം എയുടെ എക്സ്പെക്റ്റഡ് ഷെയർ പ്രൈസ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ PE റേഷ്യോ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് EPS എന്ന് പറയുന്ന 4.17 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഷെയർ പ്രൈസ് എങ്ങനെയാണ് കാണുന്നത്? EPS × PE റേഷ്യോ, അതായത് 4.17 × 10 കണ്ടു കഴിഞ്ഞാൽ 41.7 എന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് ഷെയർ പ്രൈസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതായത് PE റേഷ്യോ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ 10 ആണ്. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 4.17 ആണ്. അപ്പോൾ 4.17 × 10 എന്താണ് ഇവിടെ? 41.7 നമുക്ക് എക്സ്പെക്റ്റഡ് ഷെയർ പ്രൈസിൻ്റെ വാല്യൂ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്ന മാർക്കറ്റ് വാല്യൂ ഓഫ് മേർജ്ഡ് ഫേം ആണ്. മേർജ്ഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്നുള്ളത് കണ്ടെത്താനാണ് പറയുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ നമ്മൾ പറഞ്ഞു ആഫ്റ്റർ മെർജർ 6 lakh ആണ്. എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് 4.17 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ വാല്യൂ എങ്ങനെയാണോ? 6 lakh × ഷെയർ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 41.7 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 2,50,20,000 എന്ന് ആൻസർ കിട്ടും. ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 2,50,20,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.